ഏഴെട്ടു നാൾ ചെന്നാൽ ഭദ്രമനേകമാണ്ട് നിലനിൽക്കട്ടെ ഭവദ്യൗവനം. നന്നാശീർവചനം പ്രിയേ, ദയിത ഞാൻ ആശിച്ചതൊക്കാത്തതാണ്. എന്നാലെന്ത് അവിദൂര ഭാവി ജനിയിൽ ഭർത്താവെനിക്കാരുവാൻ. പ്രിയൻ യാത്ര പുറപ്പെടുകയാണ്. പറയുന്നു, പ്രിയയോട് പറയുന്നു, എന്നാൽ പോയി വരട്ടെ. നിങ്ങൾ എന്തിനാ പറയുന്നത്? ഞാൻ വസ്തുധ്വനി ഇല്ല എന്ന് പറഞ്ഞു. വസ്തുധ്വനി ഇല്ലാന്ന അതിനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറയാനുവദിക്കും. വസ്തുധ്വനിക്ക് വാച്യത്തെക്കാൾ വ്യംഗ്യം അതിശയിച്ചു നിൽക്കുന്നതാണ് ധ്വനി എന്ന് പറഞ്ഞു. ധ്വനി എന്ന് പറയുന്നത് അതിൽ വസ്തുധ്വനി പെടില്ലെന്ന് പറഞ്ഞു. അതിൽ വസ്തുധ്വനി പെടില്ലെന്ന് പറഞ്ഞു. അതെ, വസ്തുധ്വനി പെടില്ലെന്ന് പറഞ്ഞു. അല്ല, വസ്തുധ്വനി പെടില്ലെന്ന് പറഞ്ഞു. അഭിപ്രായം കൊണ്ടുവന്നതിനാണ് ഇത് ആചാര്യന്റെ അഭിപ്രായമല്ലേ ഞാൻ പറയുന്നത്. ഇത് കാണാനോട് ഉന്നയിക്കുന്ന അഭിപ്രായമല്ല. ഇത് പറയുന്നത് വിശ്വനാഥ കവിരാജൻ അവതരിപ്പിച്ച കാര്യമാണ്. അല്ല, ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കാം. അപ്പോ പ്രിയയോട് പറയുന്നു, യാത്ര പുറപ്പെടുകയാണ്. എന്നാൽ പോയി വരട്ടെ, ഞാൻ ഇറങ്ങുന്നു, പോയി വരട്ടെ എന്ന് പറയുന്നു. എന്നിഹ തിരിച്ചെത്തിയിടും. അപ്പൊ ഇവൾ പറയുന്നു, എന്നാണ് തിരിച്ചു വരിക? 7-8 നാൾ ചെന്നാൽ, ഒരു 7-8 ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. ഭദ്രമനേകമണ്ടു നിലനിൽക്കട്ടെ ഭവദ്യൗവനം. അങ്ങനെയാണെങ്കിൽ കുറെ കാലം അങ്ങക്ക് യൗവനം നിലനിൽക്കട്ടെ എന്ന് പ്രിയ ആശീർവദിക്കുകയാണ്. നിലനിൽക്കട്ടെ ഭവദ്യൗവനം. അപ്പൊ പ്രിയൻ പറയുന്നു, ഭർത്താവ് പറയുന്നു, നന്നാശീർവചനം പ്രിയേ, നിന്റെ ആശീർവചനം നല്ലത് തന്നെയാണ്, നല്ലത്. നന്നാശീർവചനം പ്രിയേ, ദയിത ഞാൻ ആശിച്ചതൊക്കാത്തതാണ്. അപ്പൊ ഇവൾ പറയുന്നു, അല്ലയോ ദയിത, ഞാൻ ആശിച്ചതോ, ഞാൻ ഇങ്ങനെയൊന്നുമല്ല ആശിച്ചിരുന്നത്. എന്നാൽ എന്ത് അവിദൂര ഭാവിജനിയിൽ, എന്നാൽ എന്താ അവിദൂര ഭാവിജനിയിൽ ഭർത്താവെനിക്കാരുവാൻ. അവിദൂര ഭാവിയിൽ എന്റെ ഭർത്താവ് അങ്ങ് തന്നെയാണ്, മറ്റാരാണ്? അങ്ങ് തന്നെയാണ് എന്റെ അടുത്ത ജന്മത്തിലും ഭർത്താവ്. ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വാച്യമായ അർത്ഥം. ഇതിൽ നിന്ന് കിട്ടുന്ന വ്യംഗ്യം എന്താണ്? അങ്ങ് യാത്ര പുറപ്പെട്ടാൽ ഉടനെ തന്നെ ഞാൻ മരിച്ചു പോകും. മരിച്ചു പോയാലോ വീണ്ടും ജനിക്കും. വീണ്ടും ജനിക്കുമ്പോ അങ്ങയെ ഭർത്താവായി എനിക്ക് കിട്ടണം. അതിനുവേണ്ടി എന്താണ്? അങ്ങക്ക് യൗവനം വളരെ കാലം നിലനിൽക്കണം. ഇതിലൂടെ കിട്ടുന്ന വ്യംഗ്യം എന്താണ്? അങ്ങ് യാത്ര പുറപ്പെട്ടയുടൻ ഞാൻ മരിച്ചു പോകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വ്യംഗ്യം. ഇത് ധ്വനികാവ്യമായി എണ്ണുന്നുണ്ട്. ഇത് വസ്തുത ധ്വനിക്കുന്ന ഒരു കാവ്യമാണ്. അപ്പം ഇത് നേരത്തെ പറഞ്ഞ വാച്യത്തെക്കാൾ വ്യംഗ്യം അതിശയിച്ചു നിൽക്കുന്ന ഒരു കവിതയാണ്. അപ്പൊ എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം പറഞ്ഞു വന്നത്, കാവ്യസ്യാത്മാ ധ്വനി എന്ന് വസ്തുധ്വനിയെയും അലങ്കാരധ്വനിയെയും രസാദിധ്വനിയെയും 3 ധ്വനികളെയും കവിതയുടെ ആത്മാവായി ആനന്ദവർദ്ധനാചാര്യൻ 1ാമത്തെ കാരികയിൽ എണ്ണിയിരിക്കുന്നു. അങ്ങിപ്പോ പറഞ്ഞു രസാദിധ്വനി മാത്രമാണ്, വസ്തുധ്വനിയും അലങ്കാരധ്വനിയും കവിതയുടെ ആത്മാവല്ല എന്ന് പറഞ്ഞു. ഇതെങ്ങനെ പൊരുത്തപ്പെടും? ഇതാണ് എന്റെ ചോദ്യം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് ഉൾക്കൊള്ളണ്ടേ? ഞാൻ ഉൾക്കൊള്ളാഞ്ഞിട്ടാണ്. അതെ, അതായത് ഈ ഒരു ആശയത്തെ സാഹിത്യ ദർപ്പണദാനം നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് തരികയാണ്. അവിടെ കാവ്യത്തിന്റെ ലക്ഷണം അദ്ദേഹം പറയുന്നത് എന്താണ്? വാക്യം രസാത്മകം കാവ്യം. അപ്പോ അതായത് രസമാം ജീവനുള്ള ഒരു വാക്യം താൻ കാവ്യം എന്നത്. അപ്പോ രസം എന്ന ജീവനുള്ള വാക്യത്തെയാണ് കാവ്യം എന്ന് പറയുന്നത്. അദ്ദേഹം അതിനു മുമ്പുള്ള കാവ്യലക്ഷണത്തെ ഒന്ന് പുതുക്കുകയാണ്. എന്താണ്? വാക്യം രസാത്മകം കാവ്യം എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹം ഇവിടെ ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കാവ്യത്തെ 2 മേഖലയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഏതാണ്? വ്യംഗ്യം, ഗുണീഭൂത വ്യംഗ്യം. ഒരിടത്ത് വ്യംഗ്യത്തിന് എന്താ പറയാ, വാച്യത്തെക്കാൾ അതിശയിക്കുക. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ വീണഭൂവില് കുമാരനാശാന്റെ വീണഭൂവിൽ 3-4 വരികൾ ഞാൻ ചൊല്ലാം. അല്ല, അങ്ങനെ വരുമ്പോ എന്റെ ചോദ്യത്തിന് ഉത്തരം അവിടെ നിൽക്കേണ്ടിയെന്ന്. നിങ്ങൾക്കിത് രസാക്കുന്ന പരിപാടി, ഈ ശ്രോതാക്കളെ രസിക്കാൻ പരിപാടി. അല്ല, ശ്രോതാക്കളെ രസിപ്പിക്കാൻ കഥ പറഞ്ഞാൽ പോരെ? ഇതിന് കഥ പറയുന്നത്
അങ്ങനെ അതല്ലല്ലോ. ഞാനിപ്പോ പ്രതിപക്ഷത്ത് നിന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ ഉത്തരമല്ല വേണ്ടത്. ഉത്തരം പറയാൻ പോകുന്നില്ല ഞാൻ. അതിന്റെ ഉദാഹരണം പറയുന്നവന് ശാസ്ത്രീയ നിർവചനം പറയുക. ശാസ്ത്രീയ നിർവചനം ഞാൻ പറയുന്നത് ഞാൻ പറയാം. അത് പറഞ്ഞില്ലല്ലോ, ഇതുവരെ ആയും പറഞ്ഞില്ല. ഇല്ല. വാച്യാതിശൈലി വ്യംഗ്യ ധ്വനിഹി. ധ്വനിയുടെ ലക്ഷണമല്ല. പിന്നെന്താ വേണ്ടത്? ധ്വനിയുടെ ലക്ഷണം ഞാൻ പറഞ്ഞത്. ചോദ്യം എന്താണെന്നാണെങ്കിൽ കാവ്യസ്യാത്മാ ധ്വനിഹി എന്ന് ആനന്ദവർദ്ധനൻ ആദ്യം ഉപക്രമിച്ചു. അതാണ്. അപ്പൊ കാവ്യസ്യാത്മാ ധ്വനിഹി എന്ന് പറഞ്ഞതിന് ശേഷം ആനന്ദവർദ്ധനൻ സച ത്രിധാന്ന് പറഞ്ഞു. ധ്വനിശ്ച ത്രിവിധ വസ്തു അലങ്കാര രസരൂപ എന്ന് പറഞ്ഞു. ഇപ്പോ കുഞ്ഞകൃഷ്ണ പണിക്കർ പറഞ്ഞ സാഹിത്യ ദർപ്പണത്തിലെ ഉദ്ധരണി അനുസരിച്ച് രസം മാത്രമേ കാവ്യത്തിന്റെ ആത്മാവുള്ളൂ. അപ്പൊ മറ്റത് പ്രഹേളികാദികളിൽ അതിവ്യാപ്തി വരും. അതുകൊണ്ട് രസത്തിന് മാത്രമേ കാവ്യത്വം ഉള്ളൂ ധ്വനിത്വമുള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചത്. ഈ വൈരുദ്ധ്യം, അതായത് ഈ ആനന്ദവർദ്ധനന്റെ മതവും വിശ്വനാഥന്റെ മതവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ആനന്ദവർദ്ധനന്റെ മതപ്രകാരം തന്നെ എങ്ങനെ സാധൂകരിക്കാൻ പറ്റും എന്നാണ് രാജേഷ് പണിക്കർ ചോദിക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് തന്നെയാണോ? അതിന് ഉത്തരം ഉണ്ടെങ്കിൽ അതിനുത്തരം പറയൂ. അപ്പൊ സിദ്ധാന്തം പറഞ്ഞ പരിപാടി ചർച്ചയുടെ തീരും. കാരണം നമുക്ക് 6 മണി കഴിഞ്ഞു. അതായത് നടത്തുകളി എന്ന് പറഞ്ഞ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്റെ അഭിപ്രായം ഇല്ല. നിങ്ങളുടെ അഭിപ്രായം ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരമല്ല എന്ന് പറഞ്ഞത്. അല്ല, നിങ്ങൾ ഒരു ചോദ്യത്തിന് ഞാനിപ്പോ നേരിട്ട് ഉത്തരം പറഞ്ഞില്ല. അല്ലെ, നിങ്ങൾ ഒരു ചോദ്യത്തിൽ ഞാൻ നേരിട്ട് ഉത്തരം. അങ്ങനെയാണെങ്കിൽ അധ്യക്ഷൻ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ അധ്യക്ഷൻ പറയട്ടെ. എന്റെ ചോദ്യത്തിന് ഇന്ന് ഉത്തരമേ കിട്ടാവൂ എന്ന് വാശി പിടിച്ചവരോട് ഒരു ഉത്തരം പറയാം. തീർച്ചയായും എന്റെ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം തന്നെ വേണം. അത് വേണ്ടേ? അത് വേണല്ലോ. ഞാനിവിടെ വിശ്വനാഥ കവിരാജന്റെ അഭിപ്രായം ഇവിടെ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പ്രകേഴികാതും അതിവ്യാപ്തയും എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളതിലേക്ക് പോവുമല്ലോ. ഇപ്പൊ ഞാൻ പറയാണ്, ഇവിടെ പിന്നെ പരവന്തട്ട മന്ത്രി വരുന്നുണ്ട്. അപ്പോ മറ്റന്നാണ് പരവന്തട്ട മന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ പോലീസുകാരുണ്ടാവും, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടാവും, അത് കാണാനൊരു മരണമുണ്ടാവും എന്നൊക്കെ നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഈ ഒന്നിച്ചുള്ളവര് മാത്രം പോരല്ലോ, മന്ത്രിയും കൂടെ വേണ്ടേ? ഒന്നിച്ചുള്ളവർ മാത്രം വന്നാൽ മതിയോ? മന്ത്രിയും കൂടെ വേണ്ടേ? അപ്പോ അവിടെ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ പ്രകേടിക പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ കാവ്യത്തെ കാണും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉടീഭൂതം വ്യംഗ്യമെന്നും ഉത്തമ കാവ്യം ധ്വനി ഉടീഭൂതം വ്യംഗ്യം വിധാനത. അതൊന്നുമല്ലല്ലോ എന്റെ ചോദ്യം. അതൊന്നുമല്ലല്ലോ കാവ്യത്തെ എത്രയായി ഭാവിച്ചിരിക്കുന്നു എന്നൊന്നുമല്ല എന്റെ ചോദ്യം. കാവ്യത്തെ എത്രയായി ഗുണീഭൂത വ്യംഗ്യമായോ അല്ലെങ്കിൽ ധ്വനി കാവ്യമായോ എന്നൊന്നും അല്ലല്ലോ എന്റെ ചോദ്യം. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൽ മാത്രം നിങ്ങൾ തീർച്ചയായും എന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടിയല്ലേ വേണ്ടത്? ഞാൻ കൃത്യമായ മറുപടി കൊടുക്കാറില്ല. ഇല്ല, എനിക്കതേ വേണ്ടു. നിങ്ങൾ എന്താ ചെയ്യുകയോ പറയുകയോ എന്താ വേണ്ടത്? ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ലാന്ന് ചെയ്യുക. അല്ല, കാര്യം പറയാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പറ്റുമോ? ഇപ്പൊ ഞാൻ പറയാം. അല്ല, ഇപ്പൊ വേദിയിൽ നിന്ന് എന്റെ ചോദ്യത്തിന്റെ അല്ലെങ്കിൽ എന്താണ് എന്റെ കാര്യം, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്റെ ചോദ്യം എന്ന് അധ്യക്ഷ വേദിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ 2 ഉദാഹരണം പറഞ്ഞില്ലേ. ഇവിടെ വസ്തുധ്വനിക്ക് ഞാൻ ഉദാഹരണം പറയാം എന്നൊരു ഉദാഹരണം പറഞ്ഞില്ലേ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ അവിടെ വസ്തുധ്വനി നിങ്ങൾ പറഞ്ഞു നീരസമായത് പ്രഹേളിക പോലുള്ളതാണ് വസ്തുധ്വനി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതായത് അതൊക്കെ പോട്ടെ, അതൊന്നുമല്ല എന്റെ ഇപ്പോഴത്തെ വിഷയം. ഞാൻ തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല എന്റെ വിഷയം. ഞാൻ ഭാവധ്വനിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ തുടങ്ങി വെച്ചത്. എന്ന് പറഞ്ഞാണ് സംസാരിക്കുമ്പോൾ ഭാവധ്വനി എന്താണെന്ന് അറിയണ്ടേ? ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് അങ്ങ് ഈ രീതിയിൽ പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ചോദ്യം ഇത് മാത്രമാണ്. നമ്മളിപ്പോ കാവ്യപ്രകാശം, അതുപോലെ തന്നെ സാഹിത്യരത്നം, പുണ്യാരോളം ഇതൊക്കെ പഠിച്ചു വന്നവരാണ്. സമുദ്രസംഘകാലം ഇതൊക്കെ പഠിച്ചു വന്നവരാണ് സംബന്ധിച്ചിടത്തോളം ഭാവധ്വനി എന്താണ്, അസംരക്ഷക്രമം എന്താണ്, രക്ഷക്രമം എന്താണെന്ന് അറിയും. അപ്പൊ അങ്ങനെ ഒരു വരുമ്പോഴേ ശ്രോതാക്കളിലേക്ക് ധ്വനി എന്താണ് എന്നൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനുശേഷം അതിന് വകഭേദങ്ങളെ പറയാം
എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇദ്ദേഹത്തെ പിന്നെ പ്രതിരോധിക്കാനോ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കാതിരിക്കാനോ അല്ല. അപ്പോ മറത്തുകളിൽ വാശി വേണം. പക്ഷെ വാശി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മാത്രമേ ശരിയാകൂ. നിങ്ങൾ ആ രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഞാൻ തിരുത്താമെന്ന് ഞാൻ പോകുന്നില്ല. നിങ്ങൾ ആ രീതിയിൽ അങ്ങനെ ഒരു ധാരണ പിന്നെ ശ്രോതാക്കളുടെ ഇടയിൽ നിങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്കാവാം. അത് ഞാൻ തിരുത്താനൊന്നും പോകുന്നില്ല. പക്ഷെ എന്റെ മുന്നിലുള്ള ചോദ്യം ഇത് മാത്രമാണ്. ധ്വനി എന്ന് പറഞ്ഞാൽ പിന്നെ കാവ്യസ്യാത്മാ ധ്വനി എന്ന് ധ്വന്യാലോകകാരൻ പറഞ്ഞിരിക്കുന്നു. അങ്ങ് പറഞ്ഞു രസാദി മാത്രമാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേട്. ഈ പൊരുത്തക്കേട് എങ്ങനെ നീക്കാം ശാസ്ത്രീയമായി? ഉദാഹരണമല്ല, ആദ്യം ശാസ്ത്രീയമായി അതിനെ പൊരുത്തക്കേട് നീക്കുക. അതാണല്ലോ വേണ്ടത്. ഈ പൊരുത്തക്കേടില്ല. ആനന്ദവർദ്ധനന്റെ തന്നെ, അതായത് ആനന്ദവർദ്ധൻ കുറച്ചങ്ങനെ കഴിഞ്ഞിട്ട് ഇതൊരു സിദ്ധാന്തം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതാണ് രാജേഷ് പണിക്കർ ചോദിക്കുന്നത്. അവർ പറഞ്ഞ പ്രശ്നങ്ങൾ തീരും. അല്ല, അത് അദ്ദേഹം പറയാൻ വേണ്ടേ? ഞാനാ പറയാൻ പറയുന്നത്. പിന്നെ ധ്വനി എന്താണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നും അതിനൊരു ഉദാഹരണം പറയുകയും അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ധ്വനി എന്താണെന്ന് മനസ്സിലായി. ഇപ്പൊ നമുക്ക് വേണ്ടത് ഈ ചോദ്യത്തിന് ഉത്തരമാണ്. ആ ചോദ്യത്തിന് ഉത്തരം രാജേഷ് പണിക്കർ പറയുകയാണെങ്കിൽ പറയും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചർച്ച കൺക്ലൂഡ് ചെയ്തിട്ട് രാജേഷ് പണിക്കർ 10 എല്ലാവരും ഇപ്പൊ നേരെ ഉള്ളൂ. 6:30 നിർത്തണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയാം. കാവ്യസ്യാത്മാധ്വന്യാലോകം എന്ന ഗ്രന്ഥത്തിൽ സാഹിത്യ ശാസ്ത്രത്തെ നിഷ്കർഷിച്ച് പറയുന്ന, അല്ലെങ്കിൽ അതുവരെ ഉള്ള എല്ലാ സിദ്ധാന്തങ്ങളെയും തള്ളിക്കൊണ്ട് ധ്വനി എന്ന ഒരു തത്വത്തെ സ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ധ്വന്യാലോകം എന്ന് പറയുന്നത്. അതിൽ ആദ്യം അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നു പിന്നെ കാവ്യസ്യാത്മാധ്വനി എന്ന്. അവിടെ കാവ്യത്തിന്റെ ആത്മാവ് ധ്വനി എന്ന് സാമാന്യമായി പറഞ്ഞതാണ്. ധ്വനി എന്ന് പറയുമ്പോൾ വസ്തുധ്വനിയും അലങ്കാരധ്വനിയും രസാദിധ്വനിയും ഇതിനെ മൂന്നിനെയും പെടുത്താം. പക്ഷേ ലോചനകാരൻ അതിനെ വ്യാഖ്യാനിക്കുന്നു വസ്തുത രസയേവ കാവ്യസ്യ ആത്മാ, രസയേവ വസ്തുതഃ കാവ്യസ്യ ആത്മാ. രസമാണ് വാസ്തവത്തിൽ കാവ്യത്തിന്റെ ആത്മാവ്. ആനന്ദവർദ്ധൻ തന്നെ തിരുത്തുന്നുണ്ട് അടുത്ത കാര്യത്തില്. കാവ്യസ്യാത്മാ സയേവ അല്ല അത് പറയാം. ഈ സന്ദർഭത്തിൽ പിന്നെ ലോചനകാരൻ പറയുന്നു വസ്തുത രസയേവ കാവ്യസ്യ ആത്മാ. വാസ്തവത്തിൽ രസം മാത്രമാണ് കാവ്യത്തിന്റെ ആത്മാവ്. വസ്തു അലങ്കാരധ്വനി രസം പ്രതിപര്യവസ്യേതേ ഇതി വാച്യാദുത്കൃഷ്ടൗ തൗ ഇത്യഭിപ്രായേണ ധ്വനി കാവ്യസ്യാത്മാ ഇതി സാമാന്യേന ഉക്തം. ധ്വനി കാവ്യസ്യാത്മാ എന്നുള്ളത് സാമാന്യമായി പറഞ്ഞു വെച്ചതാണ്. എന്തേ? വസ്തുധ്വനിയും അലങ്കാരധ്വനിയും രസത്തിലേക്കാണ് പരിണമിക്കുന്നത്. ഇപ്പൊ നേരത്തെ വസ്തുധ്വനിക്ക് ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചു. ആ വസ്തുധ്വനിക്ക് പറഞ്ഞ ഉദാഹരണം വിപ്രലംഭ ശൃംഗാരത്തിലേക്കാണ് പര്യവസാനിക്കുന്നത്. അപ്പോ ഈ കാര്യത്തെ ധ്വന്യാലോകകാരൻ തന്നെ പിന്നീട് അങ്ങോട്ട് പറയുന്നു കവിസ്യാത്മാ സയേവാർത്ഥഃ തഥാ ജാധികവേഹ പുരാ ക്രൗഞ്ചദ്വന്ദ്വവിയോഗോത്ഥഃ ശോകശ്ലോകത്വമാഗതഃ. അതെ, കാവ്യസ്യാത്മാ സയേവാർത്ഥഃ. ഉത്തരവാദം വേണ്ട ചർച്ച. ഏത്? ഈ കാവ്യസ്യാത്മസേവ ഉത്തരവാദല്ലേ? അതെ, വേണ്ട. അതെ, കാവ്യസ്യാത്മാ സയേവാർത്ഥഃ. ആ അർത്ഥം മാത്രമാണ് കാവ്യത്തിന്റെ ആത്മാവ്. ആ അർത്ഥം മാത്രം എന്ന് പറഞ്ഞാൽ ഈ തച്ചബലം ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? എങ്ങനെയാണ് അർത്ഥം പറഞ്ഞത്? തൊട്ട മുന്നിലുള്ള കാരിക പ്രതീയമാനം പുനരന്യത. തൊട്ട മുന്നിലുള്ള കാരിക പ്രതീയമാനം പുനരന്യദേവ. പ്രതീയമാനം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് എന്നും അത് ഒന്ന് വേറെ തന്നെയാണ്. എങ്ങനെയാണ് അങ്കനകളിൽ സ്ത്രീകളിൽ സുന്ദരിമാരിൽ ലാവണ്യം സൗന്ദര്യം എങ്ങനെയാണ് നിറഞ്ഞു നിൽക്കുന്നത്, അതുപോലെയാണ് ഈ പ്രതീയമാനമായ അർത്ഥം എന്ന് പറയുന്നു. ഈ പ്രതീയമാനമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ മൂന്നും പെടും. വസ്തുധ്വനിയും പെടും, അലങ്കാരധ്വനിയും പെടും, രസാദിധ്വനിയും പെടും. അപ്പൊ എങ്ങനെയാണ് ഈ തച്ചബലം തൊട്ട് മുന്നിലുള്ള കാരികയെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് രസാദി മാത്രമാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്ന് പറയുക? അപ്പൊ ലോചനകാരൻ ഇതിനെ ഭംഗിയായി വ്യാഖ്യാനിക്കുന്നു. പ്രക്രാന്ത രസാദി ലക്ഷണഃ. അത് വൃത്തികാരൻ വസ്തുധ്വനിയെയും അലങ്കാരധ്വനിയെയും രസാദിധ്വനിയെയും വൃത്തികാരൻ എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കുന്നു ഗ്രന്ഥകർത്താവ്. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ രസാദി ലക്ഷണമായ കാര്യത്തെ കുറിച്ച് പറഞ്ഞതിന് തൊട്ട് ശേഷമാണ് ഈ കാരിക വരുന്നത്. കാവ്യസ്യാത്മാ സയേവാർത്ഥഃ എന്നുള്ള കാരിക. അതുകൊണ്ട് വൃത്തിഗ്രന്ഥത്തെയാണ് ഈ തച്ചബ്ദം ചൂണ്ടുന്നത് എന്നും ഇതിഹാസബലാത് പ്രക്രാന്തം വൃത്തിഗ്രന്ഥാർത്ഥബലാത്
ഇവിടെ ഇതിഹാസ ബലം എന്നുള്ളത് കൊണ്ട് ഈ പിന്നെ കാരികയുടെ ബാക്കി ഭാഗങ്ങളിൽ പറഞ്ഞ പിന്നെ എന്താണ് കാവ്യസ്യാത്മാസേവാർത്ഥ സദാച ആദികവേഹ പുര ക്രൗഞ്ചദ്വന്ദ് വിയോഗോർത്ഥ ശോക ശ്ലോകത്വമാഗത എന്ന രാമായണ കഥയെ വെച്ചുകൊണ്ടാണ് ഇതിഹാസ ബലം എന്ന് അദ്ദേഹം പറയുന്നത്. പിന്നെ പ്രക്രാന്ത വൃത്തിഗ്രന്ഥബലാത് വെച്ച പ്രക്രാന്ത വൃത്തിഗ്രന്ഥബലം എന്നുള്ളത് കൊണ്ട് ഈ തൊട്ട് മുന്നിൽ പറഞ്ഞ വൃത്തിഗ്രന്ഥത്തിൽ എന്താണോ പരാമർശിച്ചത് അതിലേക്കാണ് തച്ഛബ്ദം വിരൽ ചൂണ്ടുന്നത്. അത് രസാദിയെ മാത്രമാണ്, പ്രതീയമാനമായ അർത്ഥത്തെ അല്ല. അതുകൊണ്ട് കവിതയുടെ ആത്മാവ് രസാദി മാത്രമാണ് എന്ന് ധ്വന്യാലോകകാരൻ തന്നെ വിസ്തരിച്ച് പറയുന്നു. അതെ, ഇവിടെ പിന്നെ ധ്വനിയുടെ ഒരു ഉദാഹരണം ലൗകികമായിട്ട് നമ്മളത് പറഞ്ഞു തരുന്നത് ആനന്ദവർദ്ധനാണ്. ധ്വനി എന്താണ് എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ആനന്ദവർദ്ധനാണ്. പ്രതീയമാനം പുനരന്യദൈവ വസ്തു വാണേഷു നിങ്ങളിങ്ങനെ വികാരം കൊണ്ട് പറയുന്നത് സാഹിത്യം പറയുമ്പോൾ കുറച്ച് ചൂട് കുറക്കും. അന്യദേവ വസ്തു വാണേഷു മഹാനവീനം എന്താണ് ധ്വനി എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന ഉദാഹരണമാണ് അത്. പ്രതീയമാനമായ മറ്റൊരു വസ്തു ഈ പിന്നെ കവികളുടെ രചനയിലുണ്ട്. അത് ഏതുപോലെ അങ്ങനെയാണോ അർത്ഥം പറയേണ്ടത്? പ്രതീയമാനമായ മറ്റൊരു വസ്തു പിന്നെ അർത്ഥം പ്രതീയമാനം പുനരന്യദേവ പ്രതീയമാനമായ മറ്റൊരു അർത്ഥം പ്രതീയമാനം പുനരന്യദേവ വസ്തു അല്ലെ, എങ്ങനെയല്ലേ പറയേണ്ടത്? എന്താ പറയേണ്ടത്? അതല്ലേ ഇപ്പൊ പറഞ്ഞത്. ഞാനത് പറയാം, സാമാന്യമായിട്ട് പറയാം. പ്രതീയം ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചു. ഇനി ഞാനൊന്ന് ലേശം പറഞ്ഞോട്ടുപ്പോ. അതെ, ഞാൻ പറയുന്നത് സാധാരണ ജനങ്ങളുടെ മുമ്പിലേക്ക് ധ്വനി എന്ന് പറയാൻ എന്താണ്? നമ്മുടെ മുമ്പിൽ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുണ്ട്. ഒരു സുന്ദരിയായ സ്ത്രീയുടെ എല്ലാ അവയവങ്ങളും ചേർന്നിട്ടാണ് അവിടെ സുന്ദരി എന്ന് വിളിക്കുന്നത്. കയ്യിലാണോ സൗന്ദര്യം? അല്ല. മൂക്കിലാണോ സൗന്ദര്യം? കവിളിലാണോ സൗന്ദര്യം? എന്നല്ല. ഈ അവയവങ്ങളൊക്കെ ഒത്തു ചേർന്നിട്ട് അതിൽ നിന്ന് വ്യതിരിക്തമായുള്ള അവരുടെ ലാവണ്യം ഉണ്ടാവുന്നത്. അതേപോലെ ശബ്ദാർത്ഥങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ലാവണ്യമാണ് ഈ ധ്വനി എന്ന് പറയുന്നത്. ഈ ഒരു അർത്ഥത്തിലേക്ക് പോകേ വേണ്ടുന്നുള്ളൂ. ഇത് ധ്വന്യാലോകത്തിന് പിന്നെ ഈ ധ്വന്യാലോകം എന്നൊക്കെ പറയുന്നത് ഒരുപാട് പിന്നെ അങ്ങ് എന്താ ഉയരത്തിലുള്ള ഒരു ഗ്രന്ഥാണ്. അത് ഇപ്പോഴുടെ പേര് കുറച്ച് ലളിതമാക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് പഠിച്ചത് പറയണ്ടായിരുന്നു, ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഗംഭീരമായ ഒരു ചർച്ചയാണ്. ധ്വനിയുടെ ആത്മാവിനെ കുറിച്ച്, ആ ധ്വനിയുടെ വകഭേദങ്ങളെ കുറിച്ച്, ആലങ്കാരികന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച്, കവികളുടെ പുതിയ പുതിയ തലത്തില് അതിന്റെ സ്വരൂപത്തെ കുറിച്ച്. ഭേദം പറയുമ്പോൾ അതിന്റെ സ്വരൂപത്തിന്റെ അഭിവ്യക്തിയാണ് കൂടുതൽ ഉണ്ടാവുക. എന്തിനാണ് ഭേദകഥനം എന്നാണെങ്കിൽ ആശയത്തിന്റെ അഭിവ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ ഗുണീഭൂതവ്യക്തി നിരൂപണം വന്നു, വസ്തുതാധ്വനി വന്നു, രസധ്വനി വന്നു, എല്ലാം ഒരു 10-25 മിനിറ്റ് 1/4 മണിക്കൂർ കൊണ്ട് അത് ചർച്ച ചെയ്തു. ധ്വന്യാലോകത്തിന്റെ ഏകദേശം 3/4 ഭാഗവും അതിന്റെ കേന്ദ്രഭാഗം ഒക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു ഈ ചെറിയ സമയം കൊണ്ട്. ഇനി 6:30 വരെയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. ഈ ചർച്ച നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു. അടുത്ത് രാജേഷ് പണിക്കർ ഒരു പദ്യം ചൊല്ലണം അല്ലേ? രാജേഷ് പണിക്കരല്ലേ ചൊല്ലിയത്? രാജേഷ് പണിക്കർ ചൊല്ലി അതിന്റെ ആശയം പറഞ്ഞൊരു ചെറിയ 2-3 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ ചർച്ച നടത്തി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു.